Hi all, welcome to the introductory section of the paper Food Safety and Quality Management System. അപ്പോൾ ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന പേപ്പറിന്റെ ഒരു ഓവർവ്യൂ സെഷൻ ആണ്. അതായത് നമ്മൾക്ക് ഈ ഒരു പേപ്പറിൽ എന്തൊക്കെ പഠിക്കണം, പിന്നെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഏതൊക്കെ പോർഷൻസിലൂടെയാണ് ചെക്ക് ചെയ്യണത്, പിന്നെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പർ പഠിച്ചെടുക്കേണ്ട രീതി എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി സെഷനിൽ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പല ബാക്ക്ഗ്രൗണ്ട് ഡിഗ്രി കഴിഞ്ഞ് വന്നവരാകും. അപ്പൊ നിങ്ങളൊരു ഫുഡ് സേഫ്റ്റിയുടെ ഒരു പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പേപ്പറാണ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫുഡ് സേഫ്റ്റി പഠിച്ചിട്ടുണ്ടാകും, ഫുഡ് ക്വാളിറ്റി പഠിച്ചിട്ടുണ്ടാകും, ഇന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ എന്ത് തുടങ്ങുന്നുണ്ടാവുക, മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു ടോപ്പിക്ക് പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിലെപ്പോഴും ഒരു ഫുഡ് സേഫ്റ്റി പേപ്പർ എടുത്തവർ ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഫുഡ് ക്വാളിറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഫൈനലായിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് സിസ്റ്റത്തിലോട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഫുഡ് സേഫ്റ്റിയും ഫുഡ് ക്വാളിറ്റിയും പഠിച്ചു കഴിഞ്ഞിട്ട് അതുപോലെ നമുക്കൊരു തിയറി ഒരു പോർഷൻസ് പോലെയല്ല മാനേജ്മെന്റ് സിസ്റ്റം. ആ അത്തരം പേപ്പറിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പേപ്പറിന്. അതായത് ഇതൊരു ഫുഡ് സേഫ്റ്റി ആപ്ലിക്കേഷൻ മാത്രമുള്ള ഒരു പേപ്പർ അല്ല. ബട്ട് നമ്മൾക്ക് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു പേപ്പർ പഠിക്കുന്നവർ ഫുഡ് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് പഠിക്കുന്നവരാകും. ബട്ട് നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് എല്ലാ ഇൻഡസ്ട്രീസിനും, അതായത് ഇപ്പം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രി ആയാലും, പിന്നെ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ആയാലും, ഏത് ഇൻഡസ്ട്രി ആയാലും ഇത്തരം ഒരു മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, ഒരു ജനറൽ പേപ്പർ ആണെന്നും കൂടെ പറയാൻ പറ്റും. പ്ലസ് നമ്മൾ എന്തും കൂടെ പഠിക്കുന്നുണ്ട്, ഒരു ഫുഡ് ആസ്പെക്റ്റിൽ കൂടെയാണ് ഈ ഒരു പേപ്പർ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മള് ഈ ഒരു പേപ്പറിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്, നമ്മള് എന്താണ് ഒരു ഫുഡ് സേഫ്റ്റി ഫുഡ് ക്വാളിറ്റി നമ്മൾ പഠിച്ചു, നമ്മൾക്ക് കുറെ ഫുഡ് ബ്രാൻഡ് അറിയാം, കുറെ ടൈപ്പ് ഓഫ് ഫുഡ് അറിയാം. നമ്മളൊരു മാർക്കറ്റിലോട്ട് പോയിട്ട് നമ്മളൊരു ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറെ ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ്സ് ആയിരിക്കും മേടിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഏതെങ്കിലും സെറിയൽസ്, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഏത് വെറൈറ്റി ഓഫ് കമ്പനീസിന്റെ പ്രോഡക്ട്സ് അവിടെ ഇരിക്കുന്നുണ്ടോ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്പനി ഉണ്ടാവും അല്ലെ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്പനി എന്തെങ്കിലും കാരണം ഉണ്ടോ നമ്മൾ ഇന്ന് ആ ഒരു കമ്പനി ആ ഒരു ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അതേപോലെ ആ ഒരു കമ്പനിക്ക് അങ്ങനെ ഒരു ബ്രാൻഡിന്, അതായത് അത്രയും ഒരു ബ്രാൻഡ് നെയിം ഉള്ള ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനത്ര ആക്സെപ്റ്റൻസ് ആ കമ്പനിക്കും ഉണ്ട് അല്ലെ, ആ ഒരു ക്രെഡിറ്റ് കമ്പനിക്കും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്രെഡിറ്റ് ആ കമ്പനിക്ക് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അല്ലെ. നമ്മൾ പറയാം ഫുഡ് സേഫ്റ്റി പഠിക്കുന്നുണ്ട്, അതിന്റെ തിയറി നമ്മൾ പറയുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് നമുക്കറിയാം, ഇപ്പൊ ഫുഡ് എങ്ങനെയാണ് കേടാവണത് എന്നറിയാം, ഫുഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് അറിയാം. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ കൂടെ നമുക്ക് ഉറപ്പിക്കാം ഒരു ഫുഡ് സേഫ് ആണെന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കമ്പനി ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു റെപ്യൂട്ടേഷൻസും കൂടെ നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്കെതിരെ എന്തെങ്കിലും ഒരു അലജേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കമ്പനീന്റെ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, വാങ്ങിക്കാൻ പഠിക്കും അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്, ആ കമ്പനിയുടെ ഒരു റെപ്യൂട്ടേഷനും കൂടെ നമ്മൾ നോക്കും. ക്വാളിറ്റി പഠിക്കുന്നവർക്ക് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എപ്പോഴും എന്തായിരിക്കും, പബ്ലിക്കലി ഹോൾഡ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് എന്താണ്, ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസ് നോക്കിയാൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു കോളേജിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു കോളേജിന്റെ ഗ്രേഡ് നമ്മൾ നോക്കും അല്ലെ. ഇപ്പൊ നാക് അക്രഡിറ്റേഷൻ നമുക്കറിയാം, പിന്നെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ, ഇന്ന് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഇന്നൊരു നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിന് ഇന്ന് സർട്ടിഫിക്കേഷൻസ് ഇന്ന് അക്രഡിറ്റേഷൻസ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് അതിനൊരു ഫീലിംഗ്, നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലെ, നമുക്കത് എടുക്കാനൊരു എന്താണ് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിലും. ഇങ്ങനെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാവും, അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫുഡ് ക്വാളിറ്റി പബ്ലിക്കലി നിലനിർത്താൻ പറ്റുന്നതാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷൻ ആയിട്ടുള്ള ഇതില് 4 ബ്ലോക്സ് ആയിട്ടാണ് ഉള്ളത്. ബ്ലോക്ക് 1 ഉണ്ട്, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ഇങ്ങനെ 4 ബ്ലോക്സ് ആയിട്ടാണ് ഈ ഒരു പേപ്പർ ഉള്ളത്. പിന്നെ ഇതിൽ തന്നെ ഒരു 19 യൂണിറ്റ്സ് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എന്താണ്,
മാനേജ്മെന്റ് സിസ്റ്റംസ് ഓഡിറ്റിംഗ് ആൻഡ് അക്രഡിറ്റേഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റും ISO 9001:2000 ആണ് ബ്ലോക്ക് 2. ബ്ലോക്ക് 3 ISO 22000:2005 ആണ്. ബ്ലോക്ക് 4 ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ആൻഡ് ഫൈനലി ബ്ലോക്ക് 5 റീറ്റെയിലർ സ്റ്റാൻഡേർഡ്സ്. സോറി, ബ്ലോക്ക് 5 കൂടെ ഉണ്ട് റീറ്റെയിലർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 19 യൂണിറ്റ്സ് കൂടെ ഇതിലുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 എന്താണ്? ഇത് നമ്മൾ ഇൻട്രൊഡക്ടറി സെഷൻ മാത്രമാണ്. നമ്മളിവിടെ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ചില ISO എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള വേർഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് ഹാസപ്പ് അക്രഡിറ്റേഷൻ എന്ന ടേംസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഇതിനെ അറിയാനാണ് ഈ ഒരു പേപ്പർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് പഠിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് 1 ആണ് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് സിസ്റ്റം. സെക്കൻഡ് യൂണിറ്റ് ഓഡിറ്റിംഗ്. യൂണിറ്റ് 3 സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ. അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഒരു മാനേജ്മെന്റ് സിസ്റ്റം? ഒരു കമ്പനിയിൽ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു കമ്പനിക്ക് മൂവ് ചെയ്യാൻ പറ്റും ഇല്ല? അത് അത്രയും കോർഡിനേഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു കമ്പനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഒരു റൂൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിട്ട് ഓരോ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചും നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതായത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ ഓക്കുപേഷണൽ ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രം നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഓഡിറ്റ് എന്ന ഒരു ടേം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പം കുറെ ജോബ് ഓപ്പണിങ്സിലൊക്കെ ഓഡിറ്റേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിക്ക്, അതായത് നമ്മൾക്ക് ഒരു കമ്പനിക്ക് അക്രഡിറ്റേഷൻ അല്ലെ സർട്ടിഫിക്കേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ അല്ല അക്രഡിറ്റേഷൻ തരുന്നത്? പുറത്തുനിന്ന് വന്നിട്ട് നമ്മളെ കമ്പനിയെ ചെക്ക് ചെയ്ത് എല്ലാ ആസ്പെക്ടും കൺഫേമൻസും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ വരുന്നത് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഓഡിറ്റിംഗിന്റെ ടൈപ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെ പ്രിൻസിപ്പിൾസിലൂടെയാണ് ഓഡിറ്റിംഗ് കടന്നു പോകുന്നത്? പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചില ലാബിനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ അക്രഡിറ്റേഷൻ കിട്ടും, NABL അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹാസപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹാസപ്പ് എന്താണ്? ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഒരു കമ്പനി ഹാസപ്പ് സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതൊരു ക്രെഡിബിലിറ്റി ആണ്. ഇങ്ങനെ ഇത്തരം സ്റ്റാൻഡേർഡ്സും അക്രഡിറ്റേഷൻസ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടേണ്ടത്, പിന്നെ ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്നൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 1 നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് 1 ആണ് ബ്ലോക്ക് 2 ISO 9001:2000 ആണ്. അപ്പോൾ ഒരു 9001ന്റെ ഒരു ഡീറ്റെയിൽഡ് സെക്ഷൻ ആണ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. മെയിൻലി ഇതിന് മാത്രമായിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഫസ്റ്റ് യൂണിറ്റില്. ഇതിന്റെ ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് അതിന്റെ ഓവർവ്യൂ, ഈ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ഓവർവ്യൂ, അതിന്റെ ഹിസ്റ്ററി, അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, പിന്നെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് നമ്മൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം, നമ്മൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് അവിടെ വേണം അല്ലെ? ഒരു കമ്പനിക്ക് വെറുതെ ഒരു സർട്ടിഫിക്കേഷൻസ് ഒരിക്കലും കിട്ടില്ല. നമ്മളിപ്പോ ഒരു കോളേജിലൊക്കെ ആണെങ്കിൽ കോളേജിന് സർട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യണം അല്ലെ? നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ നമ്മൾക്കൊരു കമ്പനിക്ക് ഒരു സർട്ടിഫിക്കേഷൻ, ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ മുന്നൊരുക്കങ്ങൾ ചെയ്യും അല്ലെ? അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കും, എന്തൊക്കെ ഇല്ല എന്ന് നോക്കും. ഒരു ഗ്യാപ്പ് അനാലിസിസ് ആണ് നടത്തും. അതായത് നമുക്ക് പ്രസന്റിൽ എന്തുണ്ട്, അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് എത്തണമെങ്കിൽ ഇന്ന കാര്യം നേടിയെടുക്കണം എന്നൊക്കെ വേണം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിലൊരു ഈ ഒരു സ്ട്രക്ചറിൽ കുറെ ടേംസ് ഉണ്ടാവും. നമുക്ക് ഇതിൽ പഠിക്കണമെങ്കിൽ ടേംസ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഇതിന്റെ ഓരോ ടേംസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെയാണ്, പിന്നെ ഇതിനെ കുറിച്ചുള്ള കേസ് സ്റ്റഡീസ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 ആണ് എന്ത്? FSMS എന്ന് പറയുന്നത്. അതായത് ISO 22000:2005 എന്ന് പറയുന്നതാണ് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്.
ISO എന്നുള്ളൊരു ടേം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. നമ്മള് ചില പ്രോഡക്ട്സിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ISO സർട്ടിഫൈഡ് ആണ് ആ കമ്പനി എന്നുള്ളത്. അപ്പം നമ്മള് ബ്ലോക്ക് 1 അല്ല ബ്ലോക്ക് 2 പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഓവർവ്യൂ, അതിന്റെ ഹിസ്റ്ററി, പിന്നെ അതിന്റെ സ്ട്രക്ചർ, RFSMS അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരുത്തണം, പിന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെഷനാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. സിമിലർ ടു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ആണ്, സെയിം ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഇതിന്റെ അടുത്തുള്ള പഠിക്കുന്നത്. ഈ ബ്ലോക്ക് 4 ആണ് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഇതിന്റെ ISO വരുന്നത് I17025 ആണ്. ഇതില് നമുക്ക് ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പേരിലുണ്ട് അല്ലെ, ലബോറട്ടറി ക്വാളിറ്റി, ഒരു ലാബിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഒരു ലാബിന് എങ്ങനെയാണ് അക്രഡിറ്റേഷൻ കിട്ടുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് NABL അക്രഡിറ്റഡ് ആണോ എന്നൊക്കെ. നമ്മളൊരു ലാബിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ലാബിന്റെ പേര് എവിടെയെങ്കിലും പുറത്തേക്ക് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുമ്പോൾ അവരങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇല്ല. അപ്പൊ അതെന്താണ്, അത് സർട്ടിഫിക്കേഷൻ ആണ്. ആ ലാബിൽ എന്തൊക്കെ റോൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ ഓഡിറ്റിംഗ് ചെയ്തിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ആ ലാബില് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും അല്ലെ, ചെക്കിങ് ടെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. പിന്നെ ആ ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല റിസൾട്ട്സ് ഉണ്ടാവും. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് കാലിബ്രേഷൻസ്, അതായത് നിങ്ങൾക്ക് അറിയാം തെർമോമീറ്ററിൽ ഇന്ന ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ. പിന്നെ ഇപ്പൊ നമ്മളെ കുക്കിംഗ്, ഇപ്പം നമ്മളെ ഫുഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കുക്കിംഗ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത് 75 അല്ലെ. അപ്പൊ ആ ടെമ്പറേച്ചർ എത്തിയോ എന്നുള്ളത് നമ്മള് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാലിബ്രേഷൻ നമുക്ക് കാണുന്നതാണ്. നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നത് ചെക്ക് ചെയ്യണതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അപ്പാരറ്റസും എന്തായിരിക്കണം, വെരി മെയിൻ്റെനൻസിൽ കൊണ്ടുപോകുന്നതായിരിക്കണം. പിന്നെ അത് കാലിബ്രേറ്റഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ കാലിബ്രേറ്റഡ് ആയിട്ടുണ്ടോ, പിന്നെ അവരുടെ റിസൾട്ട് വാലിഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ് എന്ത്, ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഓക്കെ, അതായത് ISO 17025 എന്നുള്ളത്. പിന്നെ അവിടെ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിന് കുറച്ച് റൂൾസ് ഉണ്ടാവും അല്ലെ. ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ നല്ല ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഹസാർഡസ് ആയിട്ടുള്ള കുറച്ച് ആസിഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ ഏതൊക്കെ റാക്കിൽ ഏതൊക്കെ വെക്കുക എന്നുള്ളതൊക്കെ ഉണ്ടാവും. നമ്മളിപ്പം ഫുഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ റോ ഫുഡും പിന്നെ ഈ മീറ്റ്, പോൾട്രി എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്, പിന്നെ ഈ മീറ്റ് അല്ലെങ്കിൽ ചിക്കൻ, ഈ ഫുഡൊക്കെ നമ്മൾ അടുത്തടുത്ത് വെക്കും ഇല്ല. എന്താണ്, ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതേപോലെ നമുക്ക് ഫുഡ് ഗ്രേഡും ഫുഡ് ഗ്രേഡ് അല്ലാത്തതുമായിട്ടുള്ള ടെസ്റ്റിംഗ് അപ്പാരറ്റസ്, സോറി, ടെസ്റ്റിംഗ് കെമിക്കൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അതിനുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അവിടെ ലാബിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെന്താണ്, ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്താ പഠിക്കുന്നത്, ബ്ലോക്ക് 4 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫൈനലി ബ്ലോക്ക് 5 ആണ് റീറ്റെയിലർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതിലെ കുറച്ചൊരു റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. BRC ഫുഡ് ആൻഡ് BRC IoT സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഈ പാക്കേജിംഗിൽ കൊടുക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആണ്. ഫുഡ് പാക്കേജിങ്, അതായത് നമുക്കറിയാം ഏത് പ്രൊഡക്റ്റ് ആയാലും ഒരു കമ്പനിയിൽ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ, ഔട്ട് പോവാണെങ്കിൽ പാക്കേജിങ് സിസ്റ്റം ഉണ്ട്. അപ്പം എല്ലാ പാക്കേജിംഗ് സിസ്റ്റത്തിനും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്, BRC ഫുഡ് ആൻഡ് BRC IoT സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കുറച്ച് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ആണ് ടീം 17 പറയുന്നത്. പിന്നെ SQ1000 ഉണ്ട്, SQ2000 എന്നുള്ളത് സേഫ് ക്വാളിറ്റി ഫുഡ് എന്നാണ് SQF മീൻസ് ചെയ്യുന്നത്. SQ1000 എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ എന്താണ്, ഒരു സർട്ടിഫിക്കേഷൻസ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് ഫാമേഴ്സ് ആണ്. അതായത് സോറി, കൺസ്യൂമേഴ്സ് അല്ല, ഫാമേഴ്സ് ആൻഡ് ഗ്രോവേഴ്സ് ആണ് 2000 ആണ് കൺസ്യൂമേഴ്സ് എന്നുള്ളത്. അതായത് ഹാസർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഡാണ് അത്. ഒരു കോഡാണ്. ഇപ്പം എന്താണ്, കൺസ്യൂമേഴ്സിന് വേറൊരു കോഡായിരിക്കും. അതേപോലെ ഈ ഗ്രോവേഴ്സ്, ഫാമേഴ്സ് ഇവർക്കൊക്കെ എന്തായിരിക്കും, വേറൊരു കോഡായിരിക്കും. ഒരു ഹാസർഡ് ബേസ്ഡ് ആയിട്ടുള്ള കോഡ് ഉണ്ടാവും അവർക്ക് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഗ്യാപ്, അതായത് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, ഗ്ലോബൽ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസും
പിന്നെ ഇന്ത്യ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസും ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനാണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ടറി സെഷൻസ് കണ്ടിട്ട് ഇതെന്താണ് ഈ ഒരു ടോപ്പിക്സ് കുറച്ച് ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ചിലപ്പം വന്നേക്കാം. അതായത് ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ മറ്റ് ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മൈക്രോബയോളജി പഠിക്കുന്നത് പോലെയുള്ള തിയറീസ് ആയിരിക്കില്ല ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. ബട്ട് നമ്മൾ എന്താണ് ഈ കൂടുതൽ ഈ കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഒരു ഓഡിറ്റിംഗ് ലെവൽ പോലെയുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ പഠിക്കേണ്ടത്. ഇതിൽ മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഓരോന്നും. എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഓരോ കോഡ് ഉണ്ടല്ലോ, അതായത് ISO, പിന്നെ FSMS കോഡ്, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു കോഡ്. ഈ ഒരു കോഡ് എന്തിനാണ് മീൻ ചെയ്യുന്നതെന്നും അതെങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓരോ സീരീസ് ആയിട്ട് കാണാൻ പറ്റും. 9001, 9000 അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഓരോന്നും എന്തിനാണ് മീൻ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ മനസ്സിലാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഇത് ജസ്റ്റ് എന്താണ് പഠിക്കാൻ പോണത് എന്നുള്ളൊരു ഓവർവ്യൂ മാത്രമാണ് തന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചുകൂടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് യൂണിറ്റ്, ഡീറ്റെയിൽഡ് യൂണിറ്റ്, ബ്ലോക്ക് 1 മാനേജ്മെന്റ് സിസ്റ്റം ഓഡിറ്റിംഗ് ആൻഡ് അക്രഡിറ്റേഷൻ, യൂണിറ്റ് 1 introduction to management system. Okay, thank you all.